വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടത നമ്മിൽ പല വിധത്തിൽ ഉള്ള പ്രതികരണം ഉണ്ടാക്കാം. ചിലപ്പോൾ കഷ്ടത ദൈവത്തിലുള്ള വിശ്വാസത്തിൽ സംശയമുളവാക്കാം. ചിലപ്പോഴെങ്കിലും ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ എത്തിച്ചേക്കാം. എന്നാൽ കഷ്ടതയെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം അത് സാക്ഷ്യമായി തീരണം എന്നതാണ്. ദൈവം നമ്മെ ഒഴിവാക്കിയപ്പോൾ നമ്മെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതി നടപ്പിലാക്കേണ്ടതിന് ദൈവം ഉപയോഗിക്കുന്ന കരുണയുടെ വഴികളാണ് നമുക്ക് നേരിടുന്ന കഷ്ടതകൾ. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല, അവൻ കൂടെ ഉണ്ടായിരിക്കും. യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമരഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. യിരെമ്യാവ് 15:20-21 വാക്യങ്ങൾ. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് എത്ര വലിയ ആശ്വാസമാണ്. കർത്താവിന് വേണ്ടി നിലനിൽക്കുക എന്നത് അപകടമായിരിക്കാം. എന്നാൽ ഓർക്കുക, നമ്മെ വിടുവിപ്പാൻ കർത്താവ് കൂടെയുണ്ട്. ഇത് ചരിത്രത്തിൽ കാണുന്ന ഒരു വസ്തുതയാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ അപമാനിതനാകാം, അതുപോലെ തന്നെ രക്തസാക്ഷിയാകേണ്ടിയും വന്നേക്കാം. നീഗ്രോ നേതാവായ മാർട്ടിൻ ലൂതർ കിങ്ങിന് നേരിടേണ്ടി വന്നത് അപമാനവും മരണവും. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തേക്കാൾ ദൈവത്തിന് വഴങ്ങിയതുകൊണ്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. കഷ്ടത നമ്മെ സാക്ഷ്യത്തിലേക്ക് നയിക്കണം എന്ന് 1 പത്രോസ് 2:4-12 വാക്യത്തിൽ പറയുന്നുണ്ട്. കഷ്ടതകളിൽ നാം സന്തോഷിക്കണം എന്ന്. നാം കഷ്ടം സഹിക്കേണ്ടത് കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല, പിന്നെയോ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. 1 പത്രോസ് 4:15-16 വാക്യങ്ങൾ. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ സഭ അതിൻ്റെ മിശ്രീ ദൗത്യം നിർവഹിച്ചതും സുവിശേഷ പ്രചരണത്തിനുള്ള പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തതും അഗ്നിശോധനയുടെ കാലത്തായിരുന്നു. യൂറോപ്പ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും നെപ്പോളിയൻ്റെ യുദ്ധങ്ങളുടെയും അഗ്നിശോധനകളിൽ കൂടി കടന്നുപോയപ്പോഴാണ് ബൈബിൾ സൊസൈറ്റിക്ക് ആരംഭം കുറിച്ചത്. അനർത്ഥത്തിൻ്റെയും വേദനയുടെയും അനുഭവത്തിൽ കൂടി സഭ കടന്നുപോയപ്പോഴാണ് ക്രിസ്ത്യ സേവനത്തിൻ്റെ പുതിയ രംഗത്തെക്കുറിച്ചുള്ള ദർശനം സഭയ്ക്ക് ലഭിച്ചത്. ചൈനയിൽ മിഷണറിയായി പ്രവർത്തനം നടത്തിയ ഒരു മിഷണറിയെക്കുറിച്ച് വായിച്ചത് ഓർക്കുന്നു. താൻ ഓടിച്ചു കൊണ്ടുപോയ ഒരു കാറിൽ മദ്യപിച്ച് ഓടിച്ച ഒരു വലിയ ട്രക്ക് ഇടിച്ചു. അപകടത്തിൽ മിഷണറിയുടെ വലത് കൈ തകരുകയും സൗഖ്യമാക്കുവാനുള്ള സകല ശ്രമവും പരാജയപ്പെടുകയും ഒടുക്കം കൈ മുറിച്ച് കളയേണ്ടി വരികയും ചെയ്തു. മിഷണറി നിരാശനായില്ല. തുടർന്ന് അനേക നാളത്തെ ശ്രമഫലമായി താൻ ഒരു കൃത്രിമകരം നിർമ്മിച്ചു. ആ കൃത്രിമകരം കൊണ്ട് തൻ്റേതായ ഒരു വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. തുടർന്ന് കൈ നഷ്ടപ്പെട്ടവരെ തേടിപ്പിടിച്ച് അവർക്ക് കൃത്രിമകരം ഉണ്ടാക്കി കൊടുക്കുന്നത് തൻ്റെ ദൗത്യമായി തിരഞ്ഞെടുത്തു. യാന്ത്രിക കരങ്ങൾ മാത്രമല്ല, കാൽ നഷ്ടപ്പെട്ടവർക്കായി കൃത്രിമ കാലുകളും താൻ നിർമ്മിച്ച് നൽകി. തുടർന്ന് ഈ മിഷണറി ചൈനയിൽ നിന്ന് കൊറിയയിലേക്ക് പോവുകയും അവിടെ യുദ്ധം മൂലം കൈകാലുകൾ നഷ്ടപ്പെട്ട അനേകർക്ക് കൃത്രിമ കാലുകളും കൈകളും നിർമ്മിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ അനേകർക്ക് ആശ്വാസവും ആശയും പകർന്നു കൊടുക്കുവാൻ ആ മിഷണറിക്ക് സാധിച്ചു. ഈ പ്രവൃത്തി മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ പാത തുറന്നു കൊടുത്തു. തനിക്ക് ഉണ്ടായ കഷ്ടത അനേകർക്ക് സമാധാനത്തിൻ്റെ അനുഭവമാക്കി ആ മിഷണറി രൂപപ്പെടുത്തി. തൻ്റെ കഷ്ടത വലിയ സാക്ഷ്യമായി തീർന്നു. ഒരു വിശ്വാസിക്കുണ്ടാകുന്ന കഷ്ടത നിരാശയിലേക്കല്ല നയിക്കുന്നത്,
റോമർ 5:3 പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കണം എന്നാണ്. കഷ്ടത പ്രത്യാശയിലേക്കും തുടർന്ന് സാക്ഷ്യ ജീവിതത്തിലേക്കും നയിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടത നമ്മുടെ പ്രശംസയായി തീരണം. നാം ഒരു വിശ്വാസിയായി തീരുമ്പോൾ അടിക്കടി കഷ്ടതകൾ ഉണ്ടാവാം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്ക് കഷ്ടതകൾ ഉണ്ടാവാം. ഭൂരിപക്ഷത്തോടുകൂടി നിൽക്കാതെ വരുമ്പോൾ കഷ്ടതകൾ നേരിടാം. ദൈവഹിതത്തിന് അനുസരണമായി നിൽക്കുമ്പോഴും കഷ്ടതകൾ ഉണ്ടാകാം. എന്നാൽ ഓർക്കുക, കഷ്ടതകളിൽ നാം ഏകരല്ല. നമ്മെ ഇടിവിപ്പാനും രക്ഷിപ്പാനും നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ ഏറ്റെടുത്ത കർത്താവ് കൂടെയുണ്ട്. ജ്ഞാനകീർത്തനം 237 ഒരു ചരണപ്രകാരമാണ്: പകലിൻ ഇരുൾ നിൻ ചുറ്റിലും, രാത്രിയിൽ മേഘങ്ങൾ നിന്മേലും വന്നിടുമ്പോൾ നീ കുലുങ്ങിടാം. ആശ്രയിക്കേശുവേ ആപത്തിൽ. കർത്താവേ, കഷ്ടങ്ങളിൽ യേശുവിൽ ആശ്രയിച്ച് കഷ്ടതയെ സാക്ഷ്യമാക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.